പഴയ ഓർമ്മയിൽ കണ്ണ് നിറഞ്ഞതും അവൾ ആരും കാണാതെ തൻ്റെ കണ്ണ് തുടച്ചു മാറ്റി. പിന്നെ ചിത്രയും അത് കഴിച്ച് പാത്രം കഴുകി വെച്ചു. എന്നാൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ ആരും കാണാതെ തുടച്ചു നീക്കുന്നവളെ അവൻ കണ്ടിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ചിത്ര നേരെ അവൾക്ക് കൊടുത്ത മുറിയിലേക്ക് പോയി. പക്ഷേ എന്തുകൊണ്ടോ അവൾക്കുറങ്ങാൻ സാധിച്ചില്ല. കണ്ണടച്ചാൽ ഇന്ന് വൈകിട്ട് നടന്ന സംഭവങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും. ഉറക്കം വരാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിൽ പോയി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഗാർഡനിൽ ഇട്ടിരിക്കുന്ന കല്ലുകൊണ്ടുള്ള ബെഞ്ചിലിരുന്ന് മദ്യപിക്കുന്നവനിലേക്ക് അവളുടെ ശ്രദ്ധ പോയി. ഒരു ബ്ലാക്ക് കളർ ട്രാക്ക് പാൻസും സ്ലീവ്ലെസ് റെഡ് ഷർട്ടുമാണ് വേഷം. ലാപ്പ് മടിയിൽ വെച്ച് എന്തോ ചെയ്യുന്ന തിരക്കിലാണ്. ഇടയ്ക്ക് കയ്യിലുള്ള ഗ്ലാസ് സിപ്പ് ചെയ്യുന്നുണ്ട്. മുഖത്ത് പതിവ് പോലെ ഗൗരവം തന്നെയാണ്. പക്ഷേ ശ്രദ്ധ മുഴുവൻ ചെയ്യുന്ന ജോലിയും. എന്തൊക്കെയോ രഹസ്യങ്ങൾ അവനിൽ ഒളിഞ്ഞു കിടക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അല്ല, രഹസ്യങ്ങളുടെ ഒരു കലവറയാണവൻ. ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആള്. അതും താൻ അയാളുടെ 2 വർഷത്തേക്കൊരു കോൺട്രാക്ട് വൈഫ് മാത്രമായി. പക്ഷെ എന്തിനു വേണ്ടിയാണ് തന്നെ തിരഞ്ഞെടുത്തത്? അതുകൊണ്ട് സാറിനുള്ള നേട്ടം എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് മാത്രം തൻ്റെ കയ്യിൽ ഉത്തരമില്ല. പക്ഷെ ഇന്ന് വൈകുന്നേരം സാറ് തന്നെ തിരഞ്ഞു വന്നില്ല എങ്കിൽ ആ വൃത്തികെട്ടവൻ്റെ കൈകൊണ്ട് നശിച്ചു പോയേനെ തൻ്റെ ജീവിതം. ഒരു നിമിഷം ആ കൈകൾ തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ ഒരു വല്ലാത്ത സുരക്ഷിതത്വം ലഭിച്ചതുപോലെ, തനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരോ ഉള്ളതുപോലെ. അവളുടെ കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് തിളങ്ങിയെങ്കിലും അവൾക്കധികം ആയുസ്സുണ്ടായിരുന്നില്ല. താൻ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്നോർക്കെ അവൾക്ക് വല്ലാത്ത വേദനയും കുറ്റബോധവും തോന്നി. അറിയാതെ സ്വയം അവൾ തൻ്റെ കൈകൊണ്ട് മൂടി. ഇല്ല, തൻ്റെ മനസ്സിലൊരിക്കലും അങ്ങനെ ഒരു ചിന്ത പോലും കടന്നു വരാൻ പാടില്ല. 2 വർഷത്തേക്ക് അയാൾ വിലക്കെടുത്ത ഒരു ഭാര്യ, ആ കാലാവധി കഴിയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടവൾ. സ്വയം തൻ്റെ മനസ്സിനെ തിരുത്തിക്കൊണ്ട് ചിത്ര വേഗം മുറിയിലേക്ക് പോയി. പക്ഷേ അപ്പോഴും മനസ്സിൽ അവൻ മാത്രമായിരുന്നു. ഇതുവരെ തോന്നാത്ത എന്തോ ഒന്ന് ഇപ്പോൾ അവനോട് തോന്നുന്നത് പോലെ. സാരിക്കിടയിൽ ആരും കാണാതെ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന താലി അവൾ പുറത്തേക്കെടുത്തു. ഇതുവരെ തോന്നാത്തൊരു പ്രത്യേക അടുപ്പും ഈ താലിയോടും അത് കെട്ടിയ ആളോടും തോന്നുന്നത് ചിത്ര മനസ്സിലാക്കി. എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവൾക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ അവളുടെ മനസ്സ് മുഴുവൻ ആ ഒരുവനെ ചുറ്റിപ്പറ്റി നിൽക്കുവായിരുന്നു. തൻ്റെ ലാപ്പിലേക്ക് വന്ന ആ ഫോട്ടോയിലൂടെ അബിയുടെ കണ്ണുകൾ സഞ്ചരിച്ചു. ആ സമയം അവൻ്റെ കണ്ണുകൾ വന്യമായി ഒന്ന് തിളങ്ങി. അതുപോലെ അതുവരെ ശാന്തമായി നിന്ന പ്രകൃതി വീണ്ടും ഒരു പേമാരിയായി ശക്തിയിൽ ഭൂമിയിലേക്ക് പതിച്ചു. പതിവ് പോലെ കൃത്യം 5 മണിക്ക് ചിത്ര കണ്ണു തുറന്നു. തലേന്നത്തെ ഉറക്കം തീരെ ശരിയായിരുന്നില്ല. മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത അവളെ വന്നു പൊതിഞ്ഞു. അതിന് കാരണം അബിയോടിപ്പോൾ അവൾക്ക് തോന്നുന്ന ഫീലിങ്സ് തന്നെയാണ്. ഇനിയും അവൻ്റെ കൂടെ ഒരു വീട്ടിൽ നിന്ന് തനിക്ക് തന്നെ സ്വയം നഷ്ടമാകുമെന്ന് തോന്നിപ്പോയി അവൾക്ക്. വേഗം ഇവിടെ നിന്ന് പോവണമെന്ന് മാത്രം. മൊബൈൽ തുറന്നു നോക്കി. മഴ നിന്നു. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. ആ വാർത്ത അവൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. വേഗം അവൻ്റെ അടുത്ത് നിന്ന് പോവണം. വേഗം ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. പിന്നെ ഇന്നലെ കഴുകിയിട്ട് സാരി എടുത്ത് ധരിച്ചു. അവൾ ഇത്ര നേരം ഇട്ടിരുന്ന ആ സാരി കഴുകി ഉണക്കാനിട്ടു. വേഗം തന്നെ ബാഗും ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമയം 6 മണി കഴിഞ്ഞിരുന്നു. എത്രയും വേഗം അബിയുടെ കണ്ണിൽപ്പെടാതെ ഇവിടെ നിന്ന് പോകണമെന്ന് മാത്രമായിരുന്നു ചിത്രയുടെ മനസ്സ് നിറയെ. അർഹതയില്ലാത്തത് താൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു തോന്നലാണ് ഇപ്പോൾ അവളിൽ. ഓരോ നിമിഷവും അവനിലേക്ക് ചായുന്ന അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് ചിത്ര. ഇന്നലെ മുതൽ അവനോട് തനിക്ക് തോന്നുന്ന വികാരം അത് അവളിലെ സ്വസ്ഥത ഇല്ലാതാക്കി. അവൻ്റെ സാമീപ്യം തന്നെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് പോലെ. വെളുപ്പിന് ജോഗിങ്ങിന് പോകുന്ന അഭിയെ ചിത്ര ജനലിൽ കൂടെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഉടനെ ഇറങ്ങാൻ തീരുമാനിച്ചത്. അവൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ പോലും കഴിയാത്തതുപോലെ. തിരക്കിട്ട് ഹാളിലേക്ക് പോകുമ്പോൾ അവിടെ സോഫയിലിരുന്ന് ചായ കുടിക്കുന്ന കിഷോറിനെ അവൾ കണ്ടിരുന്നു. വേഗം തിരക്കിട്ട് അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ യാത്ര പറഞ്ഞുടനെ പോകണമെന്ന് മാത്രമായിരുന്നു. തൻ്റെ മുൻപിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് കിഷോർ തല ഉയർത്തി നോക്കിയത്. തൻ്റെ മുൻപിൽ പരിങ്ങി നിൽക്കുന്ന ചിത്രയെ നോക്കിക്കൊണ്ട് കിഷോർ ഒന്ന് ചിരിച്ചതും അവൾ സംസാരിച്ചു തുടങ്ങി. ഞാനെന്നാ പൊയ്ക്കോട്ടെ സർ. ഇത്ര രാവിലെയോ?
കുറച്ചു നേരം കഴിയട്ടടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. അവളെ നോക്കി പറഞ്ഞുകൊണ്ട് കിഷോർ കപ്പ് ടേബിളിലേക്ക് വെച്ചു. എന്നാൽ അപ്പോഴും ചിത്ര വിയർക്കുകയായിരുന്നു. എന്നെ കാണാതെ സനാകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും സർ. ഞാൻ ഇനിയും വൈകിയാൽ ശരിയാവില്ല. അതാ ഞാൻ. ശരി, താൻ പൊക്കോ. പക്ഷേ അഭി വന്നിട്ട് അവനോട് പറഞ്ഞിട്ട് പോകാം. സർ, ഇന്നലെ അവനല്ലേ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവനോട് പറയാതെ പോകുന്നത് മോശമല്ലേ? ഒരു 10 മിനിറ്റ്സ്, അപ്പോഴേക്കും അഭി വരും. അത് പറയുന്നതിൻ്റെ കൂടെ കിഷോർ കപ്പുമായി കിച്ചണിലേക്ക് പോയി. ചിത്ര എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. തൻ്റെ മുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് ചന്ദ്രു. അവൻ്റെ കണ്ണുകൾ ആ ചെറിയ വീടിന് മുൻപിൽ തൻ്റെ സഹോദരിയുടെ മുടികെട്ടി കൊടുക്കുന്ന കൃഷ്ണയിലേക്ക് പോയി. അവളെ പ്രണയത്തോടെ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ വേദനയായിരുന്നു. ഒരിക്കൽ തൻ്റെ പ്രണയം പറഞ്ഞപ്പോൾ അവൾ തനിക്ക് തന്ന മറുപടി അവൻ്റെ മനസ്സിലേക്ക് വന്നു. അറിയാതെ അവൻ്റെ കണ്ണുകളിൽ വേദന നിറഞ്ഞു. പക്ഷേ തനിക്കൊരിക്കലും അവളെ മറക്കാൻ കഴിയില്ല. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ പിരിയാനല്ല ചന്ദ്രു അവളെ പ്രണയിച്ചത്. മോനെ, വസുന്ധരമ്മയുടെ വിളിയാൻ കാതിലേക്ക് വന്നതും ചന്ദ്രു തിരിഞ്ഞു നോക്കി. അവനെ നോക്കി നിൽക്കുവാണവർ. അത് ഇതുവരെ വീട്ടില്ല മോനെ. അത് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണിലെ ഭാവം എന്താണെന്ന് ചന്ദ്രുവിന് മനസ്സിലായില്ല. അതിനവനൊന്ന് ചിരിച്ചു. അങ്ങനെ എല്ലാ ഇഷ്ടങ്ങളും വിട്ടുകളയാൻ പറ്റില്ല അമ്മ. അത് പറഞ്ഞുകൊണ്ട് അവരുടെ കവിളിൽ ഉമ്മ വയ്ക്കുമ്പോൾ തൻ്റെ മകൻ്റെ ഉള്ളിലെ വേദന അവർക്ക് മനസ്സിലാകുമായിരുന്നു. കാരണം ഇതുപോലെ വർഷങ്ങളോളം നേറി ജീവിച്ച ഒരാളുടെ ഭാര്യയായി ആർക്കോ വേണ്ടി കഴിഞ്ഞവളാണ് താന്. പഴയ ഓർമ്മയിൽ അവർ തൻ്റെ കണ്ണുകൾ മുറുക്കെ അടച്ചു. നിന്റെ ടെൻഡർ എന്തായി? വിഷയം മാറ്റാണെന്നോണം അവർ ചോദിച്ചതും അവൻ പുഞ്ചിരിയോടെ സംസാരിച്ചു തുടങ്ങി. ആ ടെൻഡർ എനിക്ക് കിട്ടിയതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം അമ്മ. അതുമാത്രമല്ല, പുതിയൊരു ഷോപ്പിംഗ് മോളിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഇനാഗുറേഷനും രണ്ടും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുവാൻ ഞാൻ. അത് മറ്റൊന്നല്ല, അന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെയുണ്ട്. പേര് പറഞ്ഞ അമ്മ അറിയുമോയെന്നറിയില്ല. എൻ്റെ ഒരു റോൾ മോഡലായിട്ട് വരും. അഭിമന്യു ദുർഗാദേവി, DD ഗ്രൂപ്പിൻ്റെ MD. അത് പറഞ്ഞുകൊണ്ട് ചന്ദ്രു സോഫയിലേക്ക് ഇരുന്നതും ഞെട്ടിയത് വസുന്ധരയാണ്. ആ പേര് മാത്രം അവരിൽ അലടിച്ചുകൊണ്ടിരുന്നു. പഴയ ഓർമ്മകൾ വസുന്ധരയെ കാർന്ന് തിന്നുന്നത് പോലെ തോന്നി അവർക്ക്. ഈ വലിയ വീടിൻ്റെ അകത്തളത്തിൽ ഇരുട്ടുമുറിയിൽ അമ്മയെന്ന് വിളിച്ച് കരയുന്ന ആ 6 വയസ്സുകാരൻ്റെ മുഖം അവരുടെ മനസ്സിലേക്ക് വന്നു. അസ്വസ്ഥതയോടെ തൻ്റെ 2 കണ്ണുകളും മുറുക്കെ അടച്ചിരുന്നു അവർ. ഇപ്പോഴും പല രാത്രികളിലും തൻ്റെ ഉറക്കം കെടുത്തുന്ന ആ ശബ്ദം. ഒരിക്കലും ആത്മാക്കൾ പോലും തന്നോട് ക്ഷമിക്കില്ല. വേദനയോടെ വസുന്ധര ഓർത്തു. അമ്മ എന്താ ആലോചിക്കുന്നേ? എന്തോ ചിന്തിച്ചു നിൽക്കുന്ന വസുന്ധരയുടെ കാതിലേക്ക് ചന്ദ്രുവിൻ്റെ ശബ്ദം പതിച്ചതും അവർ ഒന്ന് ഞെട്ടിയിരുന്നു. ഒന്നുമില്ല മോനെ എന്ന് പറഞ്ഞവനും അവർ മുഖം കൊടുക്കാതെ പുറത്തേക്ക് പോയി. കിഷോർ പോയത് മുതൽ സോഫയിൽ തന്നെ ഇരിക്കുവാണ് ചിത്ര. അഭി വന്ന ഉടനെ അവനോട് പറഞ്ഞു പോകണമെന്നാണ് മനസ്സിൽ. പെട്ടെന്ന് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് നോക്കിയതും ജോഗിങ് കഴിഞ്ഞു വരുന്ന അഭിയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. ആകെ വിയർത്ത് കുതിർന്ന ശരീരം, അതിലേക്ക് പറ്റിപ്പിടിച്ച് കിടക്കുന്ന ടീഷർട്ട്, ശരീരവും മുഖത്തും കഴുത്തിലുമെല്ലാം വിയർപ്പ് കാണാം. എന്നാൽ ഭയങ്കമെടുത്ത് പോകാൻ റെഡിയായി നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. ഞാൻ പോകാൻ. അവനെ നോക്കാൻ കഴിയാതെ ചിത്ര എങ്ങനെയോ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു. ഉടനെ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കയറി പോകുന്നവനൊന്ന് നോക്കിയതിനു ശേഷം ചിത്ര സോഫയിലേക്കിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ജീൻസും ധരിച്ച് പടികൾ ഇറങ്ങി വരുന്നവനിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയതും അവനിലൂടെ അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. ഹെയർ ജെൽ ചെയ്ത് തേച്ചൊതുക്കി വെച്ചിരിക്കുന്നു. മുടിയിഴകൾ മുന്നിലേക്ക് വീണ് കിടക്കുന്നത് അവന് വല്ലാത്ത ഭംഗി കൊടുക്കുന്നത് പോലെ. പോകാം. തൻ്റെ അടുത്ത് വന്ന് നിന്ന് അഭി അത് ചോദിച്ചപ്പോഴാണ് സത്യത്തിൽ അവൻ തൻ്റെ അടുത്തെത്തിയത് പോലും ചിത്ര അറിയുന്നത്. ഒന്ന് ഞെട്ടിയെങ്കിലും അവനിൽ നിന്ന് നോട്ടം മാറ്റി അവൾ തല താഴ്ത്തി നിന്നു. എന്ന് മൂളിയതും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ കാറിലേക്ക് കയറി. പുറകെ ചിത്രയും. അഭി, ബ്രേക്ക്ഫാസ്റ്റ്? പുറകിൽ നിന്ന് കിഷോർ വിളിച്ച് ചോദിച്ചപ്പോൾ അഭി അവനെ നോക്കി. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം. ഓക്കെ. വല്ലാത്തൊരു ഭാവത്തിൽ തങ്ങളെ നോക്കി നടന്നു പോകുന്നവനെ അഭി ഒന്ന് കടുപ്പിച്ചു നോക്കി. അവൻ്റെ കാറ് മുന്നോട്ട് നീങ്ങുമ്പോൾ എന്തോ വല്ലാത്തൊരു പതർച്ച തോന്നി ചിത്രയ്ക്ക്. അതുകൊണ്ട് തന്നെ അവനെ നോക്കാതെ വെറുതെ പുറത്തേക്ക് നോക്കി നിന്നു.
പെട്ടെന്ന് ആ കാർ ഒരു വലിയ റെസ്റ്റോറൻറ്റിന് മുന്നിൽ നിന്നതും അവൾ അവനെ ഒന്ന് നോക്കി. ഇറങ്ങ്, കഴിച്ചിട്ട് പോകാം. ഗൗരവത്തോടെ പറയുന്നതിൻ്റെ കൂടെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവൻ. എന്നാൽ അപ്പോഴും ആ വലിയ റെസ്റ്റോറൻറ്റിന് ഇതുവരെ കാണാത്തതുപോലെ നോക്കി നിൽക്കുവാണവൾ. ഒരു നിമിഷം അതിനകത്തേക്ക് കയറാൻ അവൾക്ക് വല്ലാത്ത മടി തോന്നി. എന്നാൽ അപ്പോഴും അവിടെ തന്നെ നിൽക്കുന്ന ചിത്രയെ കാണി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അവൻ. അത് കണ്ടതും അവളും അവൻ്റെ പുറകെ പോയി. ടേബിളിലേക്ക് ഇരുന്ന ഉടനെ ഒരു സ്മൂത്തി മാത്രം ഓർഡർ ചെയ്ത് ചിത്രയെ നോക്കി അബി. എന്നാൽ ഒന്നും പറയാതെ ഇരിക്കുന്നവരെ കാണി അവൾക്കും സ്മൂത്തി തന്നെ ഓർഡർ ചെയ്തിരുന്നു അവൻ. മറ്റെങ്ങും നോക്കാതെ സ്മൂത്തി കഴിക്കുന്നവളെ തന്നെ നോക്കി അവൻ. ഇന്നലെ കണ്ട ആളെ ഇതിനു മുൻപ് ചിത്രയ്ക്ക് പരിചയമുണ്ടോ? ചോദിക്കുമ്പോൾ പതിവ് ഗൗരവം അവൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്നു. എന്നാൽ അതുവരെ തൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നവൾ ഒരു നിമിഷം അവൻ്റെ ചോദ്യത്തിലൊന്ന് ഞെട്ടി. പകപ്പോടെ അവനെ നോക്കുമ്പോൾ അവൾ അവനെ നോക്കുമ്പോഴാണ് അവളുടെ കണ്ണുകളിലെ ഭാവത്തെ നോക്കി കാണുകയായിരുന്നു. ആ സമയം അവൻ ചോദിച്ചത് കേട്ടില്ലേ, ചിത്രയ്ക്ക് അറിയുവോ എന്ന് ഒന്നുകൂടെ ചോദിക്കുമ്പോൾ ശബ്ദത്തിൽ ഗൗരവത്തിന് കട്ടി കൂടുതലായിരുന്നു. ഇല്ല എന്നവൻ്റെ മുഖത്ത് നോക്കാതെ എങ്ങനെയോ പറഞ്ഞു പൂർത്തിയാകുമ്പോൾ ഇന്നലെ വന്നു കയറിയ താൻ പറയുന്നത് കേട്ട് വർഷങ്ങളായി കൂടെയുള്ള സന്ദീപിനെ അഭി അവിശ്വസിക്കുമെന്ന് ചിത്രയ്ക്ക് തോന്നിയില്ല. പകരം താൻ അവിടെ മോശക്കാരിയാവുമോ എന്നുള്ള ഭയം കൂടെ ഉണ്ടായിരുന്നു അവളിൽ. എന്തുകൊണ്ടോ അവൻ്റെ മുൻപിൽ ഒരു മോശക്കാരിയാകാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അവളെ നോക്കി ഗൗരവത്തിനൊന്ന് മൂളിയതിനു ശേഷം വേഗം അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നു. അവൻ്റെ ഒപ്പം അവളും. ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ പരസ്പരം ഒന്ന് പറയാനോ ചോദിക്കാനോ ഇല്ലാത്ത അപരിചിതരെ പോലെ അവർ ഇരുന്നു. അബിയിലേക്ക് ഓരോ നിമിഷവും പോകുന്നതിൻ്റെ മനസ്സ് അവൻ്റെ കൂടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അവളെ കൂടുതൽ സംഘർഷത്തിലാക്കി. ഗൗരവത്തിൽ ഡ്രൈവ് ചെയ്യുന്ന അവനെ ഒന്ന് നോക്കിയതും അറിയാതെ അവളുടെ കൈ കഴുത്തിൽ തൂങ്ങിയാടുന്ന അവൻ അണിയിച്ച താലിയിലേക്ക് പോയിരുന്നു. ആ ദിവസം അവളുടെ ഓർമ്മയിലേക്ക് വന്നു. അഭിമന്യുവിൻ്റെ കൈകൊണ്ട് തനിക്ക് താലി ചാത്തി തന്ന തന്നെ സുമംഗലയാക്കിയ ആ ദിവസത്തിലേക്ക്. പെട്ടെന്ന് കാർ നിർത്തിയതും ചിത്ര ഞെട്ടലോടെ കണ്ണു തുറന്നു. ഹോസ്റ്റലിൻ്റെ മുൻപിലാണ് കാറ് നിൽക്കുന്നത് എന്നറിഞ്ഞതും ചിത്ര അബിയെ ഒന്ന് നോക്കി. അപ്പോഴും അവളെ നോക്കാതെ മുന്നോട്ട് നോക്കിയിരിക്കുകയാണവൻ. ഞാൻ പോകുന്നു എന്ന് മാത്രം അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് ചിത്ര പുറത്തേക്ക് ഇറങ്ങി. തൻ്റെ ബാഗും കയ്യിലെടുത്ത് ഗേറ്റ് കടന്നു പോകുന്ന അവളെ അവൻ വെറുതെ ഒന്ന് നോക്കി. ഹോസ്റ്റലിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയതും ചിത്രയുടെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ഹോസ്റ്റലിന് മുമ്പിലുള്ള ഒരു ബെഞ്ചിൽ തൻ്റെയും അവളുടെയും ബാഗുമായിരിക്കുന്ന സനയിലേക്കാണ്. ഗേറ്റ് കടന്നു വരുന്ന ചിത്രയെ കണ്ടപ്പോൾ തന്നെ തൻ്റെ ബാഗുമായി മുന്നോട്ട് നടന്നിരുന്നു. ചിത്ര വേഗം അവളുടെ അടുത്തേക്ക് പോയി അവളുടെ കയ്യിൽ നിന്ന് ചിത്രയുടെ ബാഗ് വാങ്ങി. ഇത് ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല ചിത്ര, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. എന്താ സന, എന്താ കാര്യം? ആ വാർഡിന് നല്ല 2 തല്ലു കിട്ടാത്തതിൻ്റെ കുറവുണ്ട്. സാരമില്ല, അത് ഞാൻ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. സന പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതും ഒരു ഞെട്ടലോടെ ചിത്ര അവളെ നോക്കി. നീ വാർഡിനെ അടിച്ചോ? അതെ, അടിച്ചു. എന്തിന്? നീ ആരുടെ കൂടെ ഇന്നലെ രാത്രി മുതലെന്ന് അറിയാഞ്ഞിട്ട് അവർക്ക് സമാധാനം ഇല്ല. മഴയായതുകൊണ്ട് റോഡ് ബ്ലോക്കാണെന്ന് ഒക്കെ അവർക്കറിയാം. എന്നിട്ടും നിനക്ക് മറ്റേ പണിയാണോ എന്ന് ആ തള്ളൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ എൻ്റെ നിയന്ത്രണം പോയി. പിന്നെ ഒന്നും നോക്കാതെ അവരുടെ കാരണത തന്നെ ഞാനങ്ങ് കൊടുത്തു. പിന്നെ എനിക്കും നിനക്കും ചോദിക്കാനോ പറയാനും ഒന്നും ആരുമില്ലെന്നും അവർക്കറിയാലോ. അപ്പം എന്തും പറയാ എന്നുള്ള ചിന്തയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാണ് സന ചിത്രയുടെ മുഖത്തേക്ക് നോക്കിയത്. കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ സനയ്ക്ക് വല്ലാതെയായി. നീ ഇനി അതിനു കൂടെ കണ്ണ് നിറയ്ക്കണ്ട, മതിവെടുത്ത പൊറുതി, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. അത് പറഞ്ഞുകൊണ്ട് സന ചിത്രയുടെ കൈ പിടിച്ച് മുന്നോട്ടു പോയി. ചിത്രയും തൻ്റെ ബാഗെടുത്ത് അവൾക്ക് പുറകെ നടന്നു. പെട്ടെന്നാണ് മുൻപിൽ നിൽക്കുന്ന ആളിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയത്. അബി സാർ.